ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ കോൺഗ്രസിന് ആധിപത്യമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ജാട്ട്, സിഖ് മേഖലകളിലടക്കം കോൺഗ്രസ് ആധിപത്യം ഉണ്ടാവുമെന്നാണ് സൂചന. നിലവിൽ ന്യൂസ് 18, പീപ്പിൾസ് പൾസ്, ദൈനിക് ഭാസ്കർ, റിപ്പബ്ലിക് മാട്രൈസ്, ധ്രുവ് റിസർച്ച് സർവേകളടക്കം കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് പ്രവചിക്കുന്നത്. ഹരിയാനയിൽ 55 മുതൽ 62 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് പ്രവചനം. BJPക്ക് 18 മുതൽ 24 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ AAPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്നാണ് ഒരു വിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ തൂക്കുസഭയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പബ്ലിക് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് 30നും 45നും ഇടയിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേയിൽ ജമ്മുവിൽ BJPക്ക് മുൻതൂക്കമെന്നാണ് സർവേ ഫലം. 27 മുതൽ 31 സീറ്റ് വരെ BJP നേടുമെന്നും ഇന്ത്യ സഖ്യം 11 സീറ്റ് മുതൽ 15 സീറ്റ് വരെ നേടുമെന്നും പ്രവചനമുണ്ട്. ദൈനിക് ഭാസ്കർ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP 20 മുതൽ 25 വരെയും സീറ്റുകൾ നേടുമെന്നും NC കോൺഗ്രസ് സഖ്യം 35 മുതൽ 40 വരെ സീറ്റുകളും നേടും. PDP 4 മുതൽ 7 സീറ്റ് വരെയും മറ്റുള്ളവ 12 മുതൽ 16 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ പ്രവചന ഫലങ്ങൾ. പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോളിൽ ജമ്മു കാശ്മീരിൽ NC കോൺഗ്രസ് 46 മുതൽ 57 വരെയും, BJP 23 മുതൽ 27 സീറ്റുകൾ വരെയും, PDP 7 മുതൽ 11 സീറ്റുകളും മറ്റുള്ളവർ 4 to 6 എന്നിങ്ങനെയാണ് ഫലങ്ങൾ. ഇലക്ടോറൽ എഡ്ജ് എക്സിറ്റ് പോൾ ഫലത്തിൽ നാഷണൽ കോൺഫറൻസിന് 33ഉം, BJP 27, കോൺഗ്രസ് 12, PDP 8, മറ്റുള്ളവർ 10 എന്നിങ്ങനെയാണ് പ്രവചിക്കുന്നത്. ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസ്. ഭരണം ലഭിക്കുകയാണെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നത്. വിജയം പ്രവചിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് പല നേതാക്കളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഉയരുന്ന പേരുകളിലൊന്ന് ഭൂപീന്ദർ സിംഗ് ഹുഡയുടേതാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമാണ് ഭൂപീന്ദർ. ജാട്ട് വോട്ടുകളുടെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഇറങ്ങിയത്. ആ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനായി ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഭൂപീന്ദറിനെ കോൺഗ്രസ് നേതാവായി ഉയർത്തി കാണിച്ചു. ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഭൂപീന്ദറിന് താല്പര്യമുള്ളവരെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളാക്കിയത് എന്നതുകൂടി പരിഗണിച്ചാൽ ഹൈക്കമാൻഡിന് ആദ്യം പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഭൂപീന്ദറിന്റെ പേരായിരിക്കും. എന്നാൽ ജാട്ട് വിഭാഗങ്ങളുടെയും കർഷകരുടെയും പിന്തുണയ്ക്കപ്പുറം ജാട്ട് ഇതര വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറാൻ സാധിച്ചാൽ മാത്രമേ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് പാർട്ടിക്ക് എത്താനാവുകയുള്ളൂ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി അവസാന നിമിഷം പിണങ്ങി നിന്ന കുമാരി ഷെൽജയെ അനുനയിപ്പിക്കാൻ തന്നെ നേരിട്ടെത്തി. സിർസ MPയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഷെൽജ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ ദളിത് നേതാവാണ്. ദളിത് വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും BJP നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുമാരി ഷെൽജയെ പിന്തുണയ്ക്കുന്നത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഷെൽജയെ കളത്തിലിറക്കുകയായിരുന്നു. കുമാരി ഷെൽജയെ പ്രചരണത്തിന് ഇറക്കാൻ രാഹുൽ ഗാന്ധി നേരിട്ടെത്തുകയായിരുന്നു. ഷെൽജയുടെ ഏറ്റവും അടുത്ത അനുയായി ഷംഷൂർ സിംഗ് ഗോഗിയുടെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഷെൽജ സജീവമായി ഇറങ്ങുന്നത്. 2005 മുതൽ 2014 വരെ 2 തവണ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹുഡ. അദ്ദേഹം വിരമിക്കുകയാണെന്നും പിൻഗാമിയായി മകൻ ഭീപേന്ദർ സിംഗിനെ അവതരിപ്പിക്കുകയാണെന്നുമുള്ള ചർച്ചകൾ നിലവിലുണ്ട്. എന്നാൽ താൻ വിരമിച്ചിട്ടില്ല എന്നും അധികാരം ലഭിച്ചാൽ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുകയെന്നും പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. മറ്റു നേതാക്കളെ വെട്ടി തന്റെ മകൻ ദീപേന്ദറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിലാണോ ഭൂപീന്ദർ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൂടി മനസ്സിൽ കൊണ്ടാണ് തന്റെ അനുഭവ പരിചയവും പാർട്ടിയോടുള്ള കൂറും ഓർമ്മപ്പെടുത്തി കുമാരി ഷെൽജ രംഗത്തെത്തിയത്. പാർട്ടിക്ക് തന്റെ അനുഭവ പരിചയവും കൂറും തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രിയാകണമെന്ന അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്വീകരിക്കുക എന്ന് ഷെൽജ പറയുന്നു. പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ച് സർക്കാർ സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഹൈക്കമാൻഡാണ് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുക എന്നും ദീപേന്ദർ സിംഗ് അഭിപ്രായപ്പെട്ടു. ഭൂപീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കണമെന്ന ഉറപ്പുമായാണ് കോൺഗ്രസ് മിക്ക മണ്ഡലങ്ങളും വോട്ട് ചോദിച്ചത്. രാജ്യസഭാ MPയും ICC ജനറൽ സെക്രട്ടറിയുമായ രൺദീപ് സുർജേവാലയുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നത് തെറ്റല്ല. എന്നാൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ് സ്വീകരിക്കുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കും. രൺദീപ് സുർജേവാല പറയുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു സാധ്യതയായി പറയുന്നത് ദളിത് നേതാവും ഭൂപീന്ദറിന്റെ അടുത്ത അനുയായിയുമായ ഉദയ് ഭാന്റെ പേരാണ്. ICC നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തനിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ഉദയ് ഭാൻ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്.
അത്യാധികമായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും ഹൈക്കമാൻഡുമാണ് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതെന്നാണ് ഭൂപേന്ദറിന്റെയും സംഘത്തിന്റെയും നിലപാട്. ഏകദേശം 72 മണ്ഡലങ്ങളിലും മത്സരിച്ചത് ഭൂപേന്ദറിന്റെ അനുയായികളാണെന്നിരിക്കെ MLA-മാരുടെ പിന്തുണ നേടാൻ ഭൂപേന്ദറിന് എളുപ്പം സാധിക്കും. കുമാരി ശെൽജിയും രൺദീപ് സുർജേവാലയും MP-മാരെന്ന നിലയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭൂപേന്ദർ എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയും. എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത ചരിത്രവും ഹരിയാനയിൽ കോൺഗ്രസിനുണ്ട്. 2005-ൽ 90-ൽ 67 സീറ്റുകൾ ജയിച്ച കോൺഗ്രസ് ഭജൻലാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായാണ് ഭൂപേന്ദർ സിംഗിനെ മുഖ്യമന്ത്രിയാക്കുന്നത്. ഇതുപോലൊരു അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. സങ്കീർണതകൾ കുറച്ച് കഴിയാവുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നത് നിലവിൽ കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. വിജയപ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. BJPക്ക് ഇത്തവണ അടിപതറി എന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ വിപരീതമായി മാറി വിജയം കരസ്ഥമാക്കിയ ചരിത്രവും ഇന്ത്യക്കുണ്ട്.